T20 ലോകകപ്പ് നിലനിർത്തി ഇന്ത്യ ന്യൂസിലാൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം തവണയും ലോക കിരീടം ഉയർത്തിയത്. ജസ്പ്രീത് ബുംറയാണ് ഫൈനലിലെ താരം. ലോകകപ്പിലെ താരമായി സഞ്ജു സാംസൺ അന്താരാഷ്ട്ര 2020 ലോകകപ്പിൽ ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഒരു ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായിരിക്കുകയാണ് സഞ്ജു. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയത്. ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ 46 പന്തിൽ 89 റൺസാണ് താരം നേടിയത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അങ്ങനെ മൂന്നാം തവണയും ലോക കിരീടം ചൂടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇത് ഇന്ത്യക്കാരെ അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്നേഹികളെ എല്ലാം ആവേശത്തിലാഴ്ത്തുന്ന ഒരു ദിനമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു സൂപ്പർ സൺഡേ ആയിരുന്നു. T20 ലോകകപ്പ് അത് മൂന്നാം തവണയും ഇന്ത്യ നേടിയിരിക്കുന്നു. 2007 ശേഷവും 2024 ശേഷം ഇപ്പോൾ 2026 അത് ഇന്ത്യ തന്നെ മൂന്ന് തവണയാണ് ഇപ്പോൾ T20 ലോകകപ്പ് നേടിയിരിക്കുന്നത്. ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം തവണയും കിരീടം ചൂടിയിരിക്കുന്നത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസന്റെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യക്ക് തുണയായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 46 പന്തിൽ 89 റൺസ് നേടിയ സഞ്ജു സാംസന്റെ മികച്ച പ്രകടനം അത് തന്നെയാണ് ഇന്ത്യക്ക് നിർണായകമായത്. അത്ര ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ സാധിച്ചതും സഞ്ജുവിൻ്റെ ഈ പ്രകടനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇഷാൻ കിഷൻ്റെ 25 പന്തിൽ 54 റൺസും അഭിഷേക് ശർമ്മയുടെ 21 പന്തിൽ 52 പന്തും അല്ലെങ്കിൽ 52 റൺസും ഇതെല്ലാം ഇന്നലെ നടന്ന കളിയിൽ നിർണായകമായി. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അത് ജസ്പ്രീത് ബുംറയാണ്. 4 വിക്കറ്റാണ് താരം നേടിയത്. സെമിയിലെ അതേ തുടക്കം അല്ലെങ്കിൽ അതേ പ്രകടനം തന്നെ ബുംറയ്ക്കും അതുപോലെ സഞ്ജുവിനും ഇത്തവണ ഫൈനലിൽ മുന്നോട്ട് വെക്കാനായി എന്നതാണ് ഇന്നലെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇന്നലെ നടന്ന മത്സരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ന്യൂസിലാൻഡിനെ 96 റൺസിനായിരുന്നു ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സെമി ഫൈനലിൽ പടുകൂറ്റ സ്കോറിലേക്ക് എത്തിയ ന്യൂസിലാൻഡ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയോട് 96 റൺസിന് പരാജയപ്പെട്ടിരിക്കുന്നു. ന്യൂസിലാൻഡ് 19 ഓവറിൽ 159 റൺസിന് എല്ലാവരും പുറത്തായി. 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് ന്യൂസിലാൻഡിനെ തകർത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 159 പന്തിൽ 159 റൺസിന് 10 പേരും വിക്കറ്റ് ആയിരിക്കുന്നു. മിച്ചൽ സ്റ്റാർക്ക് 35 പന്തിൽ 43 റൺസും ഡാരിൽ മിച്ചൽ 17 എന്നിവർ മാത്രമാണ് ന്യൂസിലാൻഡിൽ 2 അക്കം തേച്ചത്. ബാക്കി വരുന്ന താരങ്ങളെല്ലാം 10 റൺസ് താഴെ മാത്രം കൊണ്ടുവരാൻ സാധിച്ചു. അത് ബൗളിങ്ങിലെ മികച്ച പ്രകടനം അല്ലെങ്കിൽ ഇന്ത്യയുടെ ബൗളിങ്ങിലെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. നേരത്തെ തകർപ്പൻ തുടക്കം കിട്ടിയ സഞ്ജു അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടിൽ 98 റൺസായിരുന്നു ഇരുവരും നേടിയത്. തുടർന്ന് അഭിഷേക് ശർമ്മ പോവുകയും തുടർന്ന് വന്ന താരം മറ്റൊരു തുടക്കം ലഭിക്കുകയും അങ്ങനെ 89 റൺസിലേക്ക് സഞ്ജു ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ബൗളിങ്ങിൽ ബുംറയുടെ ബൗളിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിനെ തകർക്കാനായത്. 159 റൺസിന് 19 ഓവറിൽ എല്ലാവരും പുറത്തായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന ആദ്യ താരമായിരിക്കുന്നു മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ എന്നതും ഇത്തവണ ഈ സീസണിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള സഞ്ജു 24 സിക്സുകളാണ് അടിച്ചിരിക്കുന്നത്. ഇത്രയും സിക്സുകൾ ഒരു ലോകകപ്പിൽ പോലും ഒരു താരം നേടിയിട്ടില്ല എന്നതാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ന്യൂസിലാൻഡിൻ്റെ ഫിലൻ അലനാണ് 2ാം സ്ഥാനത്തുള്ളത്. എന്തായാലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ 6 നേടിയിട്ടുള്ള താരമെന്ന ബഹുമതിയും ഇപ്പോൾ സഞ്ജു സാംസനെ നേടിയെത്തിയിരിക്കുന്നു. ഈ സീസണിൽ 24 സിക്സുകളാണ് സഞ്ജു സാംസൺ നേടിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത.
രണ്ടാം സ്ഥാനത്തുള്ളത് ന്യൂസിലാൻഡിൻ്റെ ഫിൽ അലനാണ് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഈ സഞ്ജു സാംസൺ, മലയാള താരമായിട്ടുള്ള സഞ്ജു സാംസൺ മറ്റൊരു പ്രധാനപ്പെട്ട റെക്കോർഡ് കൂടിയാണ് ഇപ്പോൾ തിരുത്തിയിട്ടുള്ളത് എന്നതാണ്. ഒരു ഇന്ത്യൻ താരം T20യിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ അത് ഇപ്പോൾ സഞ്ജു സാംസന്റെ പേരിലായിരിക്കുന്നു. 12 വർഷം ആയിട്ടുള്ള ഇന്ത്യയുടെ ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ഇപ്പോൾ സഞ്ജു സാംസൺ മറികടന്നത്. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയത്. വിരാട് കോഹ്ലിയുടെ 2014 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ 319 റൺസായിരുന്നു. എന്നാൽ 2026 സീസണിലെ T20 ലോകകപ്പിലെ 2026 സീസണിലെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള സഞ്ജു സാംസൺ, മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസൺ നേടിയിരിക്കുന്നത് 321 റൺസാണ്. അത് 2024 വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാലും 3 തവണ T20 ലോകകപ്പ് ഇന്ത്യ നേടിയിരിക്കുന്നു എന്നതും ഇത്തവണത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു സൂപ്പർ സൺഡേ എന്നത് പറയേണ്ടിയിരിക്കുന്നു. 2007 അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അതിൽ MS ധോണി ആയിരുന്നു ക്യാപ്റ്റനായിരുന്നത്. ആദ്യ T20 ലോകകപ്പ് നേടിയത് 2007 അത് MS ധോണി ക്യാപ്റ്റനായിരിക്കുമ്പോൾ. തുടർന്ന് 2024 സൗത്ത് ആഫ്രിക്ക എതിരാളിയായിട്ടുള്ള മത്സരത്തിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ടുള്ള മത്സരത്തിലായിരുന്നു രണ്ടാമതായിട്ടുള്ള T20 ലോകകപ്പ് ഇന്ത്യ നേടുന്നത്. തുടർന്ന് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഈ 2026 സ്ക്വാഡിൽ ഇപ്പോൾ മൂന്നാമതും കിരീടം നേടിയിരിക്കുന്നു. അല്ലെങ്കിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ മൂന്നാമതും ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതേസമയം തന്നെ മലയാളി താരമായിട്ടുള്ള ഈ ഇന്ത്യൻ ടീമിലേക്ക് കടക്കുന്നതിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ട ഒരു പ്രധാനപ്പെട്ട ഒരു താരമായിട്ടുള്ള സഞ്ജു സാംസന്റെ പ്രകടനം 2026 ലോകകപ്പ് നേടാനുള്ള ഒരു നിർണായകമായി, അല്ലെങ്കിൽ താരത്തിൻ്റെ 89 റൺസ് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എന്നതും നിർണായകമാണ്. അതേപോലെ തന്നെ 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് അല്ലെങ്കിൽ ബൗളിങ്ങും ഇത്തവണത്തെ ലോകകപ്പിൽ ഏറ്റവും നിർണായകമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദീപ്തി, തീർച്ചയായും T20 ലോകകപ്പ് നിലനിർത്തിയിരിക്കുകയാണ് ഇന്ത്യ. 3ാം തവണയാണ് ഇന്ത്യ അങ്ങനെ ലോക കിരീടം ഉയർത്തിയിരിക്കുന്നത്. ന്യൂസിലാൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ 3ാം തവണയും ഈ ഒരു ലോക ചാമ്പ്യന്മാരായിരിക്കുന്നത്. ജസ്പ്രീത് ബുംറയാണ് ഫൈനലിലെ താരം. അതുപോലെ തന്നെ ലോകകപ്പിലെ താരമായി സഞ്ജു സാംസണെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര 2020 ലോകകപ്പിൽ ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. സഞ്ജു സാംസൺ ഒരു ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായിരിക്കുകയാണ് സഞ്ജു. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയത്. ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ 46 പന്തിൽ 89 റൺസാണ് താരം നേടിയത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.